പ്രിയപ്പെട്ട നാട്ടുകാർ, ഞാൻ സഫീർ. ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ജനകീയ പോരാട്ടങ്ങളെ അടിച്ചമർത്താനാകുമെന്നാണോ? കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ ആ വലിയ പിന്തുണയാണ് ഈ രണ്ടാം പോരാട്ടത്തിൽ എനിക്ക് കരുത്ത് നൽകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോയിൽ ഞാൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും മറുപടിയില്ല. നമ്മൾ നൽകിയ പരാതികൾ സ്മാർട്ട് പോർട്ടിൽ നിന്ന് അകാരണമായി നീക്കം ചെയ്യപ്പെട്ടു. ഇത് ചോദ്യം ചെയ്യാൻ ഞാൻ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിലെത്തി. ജനങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇത്രയും വലിയ വീഴ്ച വരുത്തുന്നത് ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. പഞ്ചായത്ത് ഡയറക്ടർ നൽകിയ പരാതി എന്ത് സംഭവിച്ചു എന്നറിയാൻ പുതിയൊരു RTI കൂടി ഞാൻ ഫയൽ ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടത്തെ ടാറിങ്ങിന്റെ അവസ്ഥ. എരുമിയൂർ മുതൽ മരുതക്കോട് വരെ നടന്ന പണിയിൽ വിവേചനവുമാണ് ദൃശ്യമാകുന്നത്. വലിയ അശാസ്ത്രതയും റോഡിന് കൃത്യമായ ലെവലിംഗ് ഇല്ല, ഡ്രെയിനേജ് സംവിധാനമില്ല. മലമ്പുഴ കനാൽ തുറക്കുമ്പോൾ ആ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയുണ്ടാക്കാത്തത് കാരണം റോഡ് വെള്ളത്തിൽ മുങ്ങുകയാണ്. ഈ അശാസ്ത്രീയമായ പണി റോഡിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കില്ലേ? നീതി കിട്ടുന്നതുവരെ ഈ പോരാട്ടം തുടരും. ഒന്നാം അപ്പീലുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. സത്യം പുറത്തു വരണം. ജനപക്ഷം നിങ്ങളൊപ്പം ഉണ്ടാകും. നിങ്ങളും എന്റെ കൂടെ ഉണ്ടാവണം.